മരണത്തിലും ഇണപിരിയാതെ അവർ 4 പേർ. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിയെ ജീവിതത്തിലേക്ക് തിരികെ വിട്ട് അവർ ഒരുമിച്ചാണ് മടങ്ങിയത്. അവർ 4 പേർ. ആയിഷ, മിത, റിത, ഇർഫാന. ഒന്നിച്ച് നടന്നവർ, ഒന്നിച്ച് പഠിച്ചവർ, ഒന്നിച്ച് കളിച്ചവർ, ഒന്നിച്ചെടുത്ത ഫോട്ടോകൾ നിരവധി. മരണത്തിലും അവർ ഒന്നിച്ചു. പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു 5 പേർ. കഴിഞ്ഞ പരീക്ഷയെ വിലയിരുത്തി വരാൻ പോകുന്ന പരീക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞാണ് നടന്നു നീങ്ങിയത്. എന്നാൽ മറ്റൊരു പരീക്ഷയ്ക്കും കാത്തുനിൽക്കാതെ അവരിൽ 4 പേർ മടങ്ങി. ഉറ്റ കൂട്ടുകാരി അജ്ന ഷെറിൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വൈകുന്നേരമാണ് നാടിനെ നടുക്കിയ അപകടം. കൂട്ടുകാർ ഒരുമിച്ച് റോഡിനരികിലൂടെ തന്നെയാണ് നടന്നുപോയത്. സിമന്റ് ലോറിയുടെ രൂപത്തിൽ പാഞ്ഞെത്തിയ മരണം അവരെ കവർന്നെടുക്കുകയായിരുന്നു. അവരുടെ സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു അവരുടെ അവസാന യാത്രയും. സമീപത്തെ വർക്ക്ഷോപ്പിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ തെളിഞ്ഞു കാണാം അവർ 5 പേർ നടന്നു നീങ്ങുന്നത്. പിന്നാലെ പാഞ്ഞു പോകുന്ന ലോറിയും. നിമിഷനേരം കൊണ്ട് എല്ലാം അവസാനിക്കുകയായിരുന്നു. എട്ടാം ക്ലാസ്സിലാണ് ഇവർ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയത്. അതിനു മുൻപേ കൂട്ടുകാരായിരുന്നു ഇവർ. ഇർഫാനയും ആയിഷയും ഒരേ ക്ലാസ്സിലായിരുന്നു. മിതയും റിതയും മറ്റൊരു ക്ലാസ്സിൽ. 2 ക്ലാസ്സുകളിലായിരുന്നെങ്കിലും അവർ ഇടവേളകളിലെല്ലാം ഒന്നിച്ചായിരുന്നുവെന്ന് അധ്യാപിക ശ്രീലത ഓർക്കുന്നു. മിടുക്കികളായിരുന്നു 4 പേരും. കഴിഞ്ഞ കലോത്സവത്തിൽ ഒപ്പനയിലെ മണവാട്ടിയായിരുന്നു ആയിഷ. പഠനത്തിനൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും മിടുക്കർ. അവർ എഴുതി പൂർത്തിയാക്കിയ മലയാളം പരീക്ഷയുടെ പേപ്പർ ഇപ്പോഴും കയ്യിലിരിക്കുന്നുവെന്ന് പറഞ്ഞ് വിതുമ്പുകയാണ് അവരുടെ മലയാളം ടീച്ചർ കൂടിയായ ശ്രീലത. ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച് പ്രിയ കൂട്ടുകാർ ഒരുമിച്ച് മടങ്ങുമ്പോൾ പകച്ചു നിൽക്കുകയാണ് ഒറ്റയ്ക്കായി പോയ അജ്ന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.